Hello everyone, it's Adira Deary once again. ഒരു പ്ലാനുമില്ലാതെ നാട്ടിലേക്ക് പോയി 5 ആഴ്ച ചെലവിട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. അടപടലം കാട് കയറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മിക്ക ആഴ്ചകളിലും ലോൺ മൂവ് ചെയ്യാറുണ്ട് ഞങ്ങൾ. അതുകൊണ്ട് 5 ആഴ്ച മാറി നിന്നാൽ എന്താണ് ഉണ്ടാവുക എന്ന് നന്നായി അറിയാമായിരുന്നു. എങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. നാട്ടിലെ തിരക്കും തിരിച്ചു വന്നപ്പോഴുള്ള ജെറ്റ് ലാഗും കാരണം ആകെ മടുപ്പായി. ഇങ്ങനെ ഒരു 2 ആഴ്ചക്കാലം ഈ ലോൺ ഇങ്ങനെ തന്നെ കിടന്നു. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ കിടന്നിരുന്ന ഒരു ഗാർഡനാണ്. കണ്ടില്ലേ, ലോണും ക്ലീൻ, ഗാർഡനും ക്ലീൻ. തക്കാളിയും കുക്കുംബറും ഒക്കെ നട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് വീട്ടിലേക്ക് ഇൻസ്പെക്ഷൻ വരുന്നുണ്ടായിരുന്നു. ആ ഏജൻസിക്ക് നിർബന്ധമാണ് പ്രത്യേകിച്ച് ഗാർഡൻ ക്ലീൻ ചെയ്ത് വയ്ക്കണമെന്ന്. ഒറ്റ മാസം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണല്ലേ. കാടേതാ ചെടി ഏതാന്ന് എങ്ങനെ തിരിച്ചറിയും? നാട്ടിലേക്ക് പോകും മുമ്പ് തക്കാളി ചെടികളിൽ ചെറിയ മുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് എല്ലാ ചെടികളിലും ഇത്രയധികം തക്കാളികൾ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അടുത്ത ഷോക്ക് തന്നത് ഈ ഡാലിയ ചെടികളായിരുന്നു. നേരത്തെ ആ സ്ഥാനത്ത് ഒരു പൂവ് പോയിട്ട് ഒരു ഇല പോലും ഉണ്ടായിരുന്നില്ല. സീസൺ കഴിഞ്ഞു എന്ന് കരുതി വെട്ടിമാറ്റിയ സൂര്യകാന്തിയോ വീണ്ടും പൂത്തു നിൽക്കുന്നു. നിങ്ങൾക്ക് ആകെ ഒരു കാടുമയം തോന്നുന്നുണ്ടാവാം അല്ലേ? പക്ഷെ എനിക്കിങ്ങനെ ഒരുപാട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ ഇഷ്ടമാണ്. എൻ്റെ കൃഷി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ കൈപ്പത്തിയുടെ അത്രയും വലിയ തക്കാളി എനിക്ക് കിട്ടുന്നത്. അതും 5 ആഴ്ചയോളം ആരും ഇവിടെ നോക്കാനില്ലാഞ്ഞിട്ടുകൂടി. കുറച്ച് നാളുകൂടി ഇതെല്ലാം കണ്ട് ആസ്വദിക്കാമെന്ന് കരുതി. എങ്കിലും വിളവെടുക്കാൻ പാകമായവ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കുക്കുംബറും തക്കാളികളും ഓരോന്നായി എടുത്തു മാറ്റാൻ തുടങ്ങി. ഇതായിരുന്നു ഈ സീസണിലെ ഏറ്റവും ആദ്യത്തെ വിളവെടുപ്പ്. ലെറ്റ്യൂസ് പോലെയുള്ള പലവിധ ഇലവർഗ്ഗങ്ങളും ഞാൻ ഇടയ്ക്ക് നട്ടിരുന്നെങ്കിലും അതൊന്നും ഭക്ഷ്യയോഗ്യമായിരുന്നില്ല. ആദ്യം ലോൺ മോവർ, കട്ടർ, ഹെഡ്ജർ അങ്ങനെ ഒരു 10,000 സാമഗ്രികൾ എടുത്ത് എൻ്റെ ഭർത്താവ് ലോൺ ക്ലീൻ ചെയ്തു തന്നു. ഞാൻ പതിയെ ഒരു മൂളിപ്പാട്ടൊക്കെ പാസ്സാക്കി പതിയെ എൻ്റെ ജോലിയിലേക്ക് കടന്നു. ജന്മന മടിയുടെ അസ്ഥിത ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. ഭാരമുള്ള സാമഗ്രികളൊന്നും എനിക്ക് എടുത്തുകൂടാ. കൈക്കൊരു സർജറി കഴിഞ്ഞിട്ടിരിപ്പാണേ. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്തു. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് രാവിലെയായിരുന്നു. ഉച്ചയോടടുക്കുമ്പോഴേക്ക് ഈ മഞ്ഞ ഡാൻഡലിയൻ പൂക്കളെല്ലാം വിടർന്ന് വളരെ ഭംഗിയായി നിൽക്കുന്നത് കാണാം. അത് കാരണം ഇതെല്ലാം പറിച്ചു മാറ്റാൻ വളരെയധികം സങ്കടമുണ്ടായിരുന്നു. എന്നാലും ചെയ്യേണ്ടത് ചെയ്തല്ലേ പറ്റൂ. പണ്ട് മുതലേ ഗാർഡനിങ് ചെയ്യാൻ ഒരു പാഷൻ ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു. പറിച്ചെടുത്ത പോച്ച മുഴുവൻ നാട്ടിലെ പോലെ കൂട്ടിയിട്ട് കത്തിക്കാനൊന്നും ഇവിടെ പറ്റില്ല. പുറകെ ഫൈൻ ഓടി വരും. അതുകൊണ്ട് എല്ലാം വാരിയെടുത്ത് ട്രാഷ് ബിന്നിലേക്ക് ഒറ്റയിടിയില്ല. അങ്ങനെ എൻ്റെ ജോലിയും കഴിഞ്ഞു.